ബ്യൂട്ടി മാർക്ക് ഗോൾഡ്. ഇനി ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലെറ്റ്സ് മൂവ് വിത്ത് ദ ചേഞ്ച്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മൂവ് വിത്ത് ദ ചേഞ്ച്. നമസ്കാരം. എർവ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കാഴ്ചയില്ലാതെ സൈക്കിൾ നന്നാക്കാനും പാർട്സുകൾ കൂട്ടിച്ചേർത്ത് പുതിയ സൈക്കിൾ ഉണ്ടാക്കാനും പറ്റുമോ? മനസ്സുണ്ടെങ്കിൽ പറ്റുമെന്നാണ് കാഴ്ച പരിമിതരായ 15 യുവാക്കളുടെ ഉറപ്പ്. കാണാം പുളിക്കൽ ജിഫ്ബി ക്യാമ്പസിൽ നടന്ന ഒരു സൈക്കിൾ നിർമ്മാണ പരിശീലന ക്യാമ്പ്. കാഴ്ചയില്ലാത്തവർക്ക് തൊഴിലവസരങ്ങൾ നൽകി അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യവുമായി രൂപം കൊടുത്ത ന്യൂ വിഷൻ ഇന്ത്യ കാഴ്ചശേഷിയില്ലാത്തവർക്കായി കൊണ്ടോട്ടി ഉദയ സൈക്കിൾ മാർട്ടും പുളിക്കൽ പ്രവർത്തിക്കുന്ന ജിഫ്ബിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത്. ഞങ്ങൾ ഇത്തരത്തിലൊരു പരിശീലനത്തെക്കുറിച്ച് ന്യൂ വിഷൻ ഇന്ത്യ ചിന്തിക്കാനുള്ള കാരണം നമ്മളോട് മുതിർന്ന ആളുകളൊക്കെ വിദ്യാഭ്യാസം കിട്ടാത്തതിൻ്റെ പേരിലൊക്കെ ഒരുപാട് കഷ്ടതകൾ, അതുപോലെ കൈനീട്ടി ജീവിക്കുക, പാട്ട് പാടുക, ഇങ്ങനെയുള്ളൊരവസ്ഥയിലാണ് നമ്മൾ കാണുന്നത്. ഇനി വരുന്ന ഒരു പുതുതലമുറകൾക്ക് ആയിട്ടുള്ള ഭിന്നശേഷിക്കാർ ആരും അത്തരം ഫീൽഡിലേക്ക് പോകാതിരിക്കാൻ ഞങ്ങൾ ചിന്തിച്ചപ്പോൾ കിട്ടിയൊരു ആശയമാണ് അവരെ തൊഴിൽ രംഗത്തേക്ക് എത്തിക്കുക. അതിന് ഞങ്ങൾ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് സൈക്കിൾ അസംബ്ലി റിപ്പയറിങ്. ഇതുപോലെ അനവധി പ്രോജക്റ്റുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഇതൊക്കെ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് അതുപോലെ മറ്റു ഭിന്നശേഷിക്കാരെ ഇടയിൽ എത്തിക്കുക, അവരെ തൊഴിൽ രംഗത്തേക്ക് കൊണ്ടുവരിക, ഈ യാചന ആ രീതിയിൽ നിന്ന് നമ്മുടെ ഇത്രയും സമൂഹത്തെ മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. ക്യാമ്പിൽ 15 പേർ സൈക്കിൾ അസംബ്ലിംഗ്, റിപ്പയറിംഗ് ഉൾപ്പെടെയുള്ള ജോലിയിൽ പരിശീലനം നേടി. 5 ദിവസം നടന്ന ക്യാമ്പിൽ ഇവർ സൈക്കിൾ കൂട്ടിച്ചേർത്തെടുക്കുകയും കേടുപാടുകൾ തീർക്കുന്നതടക്കമുള്ള ജോലിയും പരിശീലനം നേടി. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ലഭിക്കുന്ന ഈ ട്രെയിനിങ്ങിലൂടെ ഒരുപാട് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഒരു ബോക്സിലായി വരുന്ന ഒരു സൈക്കിൾ കാഴ്ചപരിമിതിയുള്ള ഞങ്ങൾക്ക് റോട്ടിലോടിക്കുന്ന സൈക്കിളാക്കി മാറ്റാൻ പറ്റുമെന്നുള്ള സംശയം ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ട്രെയിനിങ് തരുന്നത് തന്നെ ഒരു കാഴ്ചപരിമിതി ഉള്ള ഒരാൾ വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ കീഴിൽ ട്രെയിനിങ് കിട്ടിയത് കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ തൊട്ട് മനസ്സിലാക്കാനും പഠിക്കാനും അത് ഒരു സൈക്കിളാക്കി മാറ്റാനും ഈ കുറഞ്ഞ ദിവസത്തിലൂടെ നമുക്ക് പറ്റിയിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന ആശങ്കയൊക്കെ ഈ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് തീർന്നിട്ടുണ്ട്. നമ്മൾ തന്നെ ഏകദേശം ഒരു 4-5 സൈക്കിൾ ഇവിടെ എന്ത് ചെയ്തു, ഇപ്പോൾ ഓടിക്കാവുന്നതിൻ്റെ ഫിനിഷിംഗ് വർക്ക് വരെ കംപ്ലീറ്റ് ചെയ്ത അവസ്ഥയിലേക്ക് ആക്കിയിട്ടുണ്ട്. എനിക്ക് ഇവർക്ക് ഇച്ചിരി കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ചയില്ലാത്ത ഞാൻ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഇവർക്ക് എനിക്ക് സ്പർശനമാണല്ലോ ഇവർക്ക് ഏറ്റവും മെയിനായിട്ട് നമുക്ക് കാഴ്ചയില്ലാത്തവർക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് തൊട്ട് കാണിച്ചിട്ടാണ് ഇവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കാഴ്ചയില്ലാത്ത ഒരാളായതുകൊണ്ട് ഇവർക്ക് അത് തൊട്ട് കാണിച്ച എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കാൻ ഒരു കാഴ്ചയുള്ള ആളായിട്ട് കൂടുതലായിട്ട് ഞങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ രംഗത്തേക്ക് ഇറങ്ങിയതും ഇവർക്ക് ഈ ട്രെയിനിങ് കൊടുക്കാൻ ഞാൻ തയ്യാറായതും. ഇവരെല്ലാം സൈക്കിൾ ഓടിക്കാനും പഠിച്ചു. പരിശീലനത്തിന്റെ സമാപന പരിപാടി ജില്ലാ പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ സറീന ഹസീബ് ഉദ്ഘാടനം ചെയ്തു.
ചേർത്ത് പിടിക്കുകയാണ്. ആ ചേർത്ത് പിടിക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നിട്ടുള്ള ഓരോരുത്തരെയും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. VP മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. എയർവൺ ന്യൂസ്, കൊണ്ടോട്ടി. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, ബൈപ്പാസ് റോഡ്, കൊണ്ടോട്ടി.